Subscribe now and press the bell icon. Never miss an update. ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസാസംബ്ലി ആണ് Nokia 8. ഇതാണ് കംപ്ലൈൻറ്റ്, ഓട്ടോ ഓഫ്. ബാറ്ററി ഡാമേജ് ആണ് കാണിക്കുന്നത്. ബാറ്ററി ഡാമേജ് ആയിരിക്കാം. സോ നമുക്ക് അഴിക്കണം. അഴിക്കുമ്പം റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ പൊട്ടലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേ ഏരിയയൊക്കെ കവർ ചെയ്ത് വേണം നമുക്ക് ചെയ്യാൻ. സോ നമുക്ക് സ്ക്രീൻ സെപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ അഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ക്രീൻ സെപ്പറേറ്ററിലേക്ക് വയ്ക്കാം. നമ്മൾ സ്ക്രീൻ സെപ്പറേറ്ററിൻ്റെ മുകളിൽ വെച്ചിട്ട് എടുത്താണ്. നമുക്ക് അടുത്തത് നമ്മൾ എന്നും പറയുന്നൊരു കാര്യം തിന്നർ. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് ഏത് ഡിസ്പ്ലേ ആയാലും നമ്മൾ എന്തായാലും സ്ക്രീൻ സെപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടടിക്കുമല്ലേ, പെട്ടെന്ന് മെൽറ്റായി വരണ്ടേ. അപ്പോൾ തിന്നർ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതാ കണ്ടോ, വലിയ റിസ്ക് ഇല്ലാതെ ഡിസ്പ്ലേ ഇളകി വന്നത്. കറക്റ്റ് ചൂടും തിന്നറിൻ്റെ പ്രപ്പോർഷനും കറക്റ്റ് ആയതുകൊണ്ടാണ് ആ ഒരു ഇതിലേക്ക് ഇളകി വന്നത്. ഇതാ കണ്ടോ, ഞാൻ പറയുന്നത് സ്ക്രീൻ സെപ്പറേറ്ററിൽ 120-ൽ 3 മിനിറ്റ്സ് ആ ടൈമിൽ ഏറെക്കുറെ എല്ലാ കോംബോയും ഇളകി വരണം. കാരണം അതാണ് പ്രപ്പോർഷൻ. കമ്പനിയിൽ നിന്ന് ഓരോ മൊബൈലിൻ്റെയും ഡിസ്പ്ലേ ചെയ്യുമ്പം അതിൻ്റെ പിക്സലും അതിൻ്റെ ഗമ്മിൻ്റെ അധസീവിൻ്റെ സിങ്കും എല്ലാം ഒരേപോലെ പ്രപ്പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്ര ഹീറ്റിൽ അത് ഇതാവും എന്നുള്ളത്, മെൽറ്റാവും എന്നുള്ളത്. സോ നമ്മൾ എന്താ പറയുക, ഇനി ഇതിൻ്റെ ഹോം ബട്ടണിൻ്റെ സ്ട്രിപ്പുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ കണക്ടറെ ഫസ്റ്റ് ഡിസ്കണക്ട് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ്. ഇനി നമുക്ക് ബാറ്ററി ആൻഡ് ഡിസ്പ്ലേ കണക്ടർ ഫസ്റ്റ് ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ഡിസ്പ്ലേ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സ്ക്രൂസൊക്കെ അഴിച്ചിട്ടുണ്ട്. സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ, എവിടെയെങ്കിലും ഒരിടത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ബാറ്ററി ഇതിനകത്താണ് വരുന്നത്. അപ്പം നമുക്ക് ബാറ്ററിയാണ് മെയിനായിട്ട് മാറാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ലോഗോ ഉള്ളി ആയിരുന്നല്ലോ. ഇപ്പോൾ ബാറ്ററിയുടെ ഡാമേജ് ആയിരുന്നു. മറ്റേ ബാറ്ററി ഇട്ടപ്പോൾ ഓട്ടോ ഓഫ് അല്ലായിരുന്നു. ഇതൊക്കെയാണ്. ഇപ്പോൾ പഴയ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യണം.
ഇപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് അടിക്കണം. ഡിസ്പ്ലേ ഇൻസേർട്ട് ചെയ്യാം. ഓൾറെഡി ബാറ്ററി ഇൻസേർട്ട് ചെയ്തു. ബാറ്ററിയുടെ സ്ട്രിപ്പ് ഇത്തിരി ലെങ്തി ആയിരുന്നു. സോ അതുകൊണ്ട് ഇത്തിരി സമയമെടുത്തു. ഹോം ബട്ടൻ്റെ സ്ട്രിപ്പ് നമ്മൾ ഡോട്ട് അടിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഡോട്ട് അടിച്ചാലും പെട്ടെന്ന് ഇളവും. ഒരു കാരണവശാലും ഗമ്മ് നമ്മൾ ഇടുമ്പം ഓപ്പോസിറ്റ് സൈഡ് പിടിക്കരുത്. മാക്സിമം ഗമ്മ് ഓപ്പോസിറ്റ് സൈഡ് പിടിക്കാതെ നോക്കണം. ഈ ഓപ്പോസിറ്റ് സൈഡ് പിടിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് മനസ്സിലായില്ല അല്ലേ? അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഇങ്ങനെ താപ്പോട്ടിൽ ഇട്ട് വരുന്നേ. അപ്പം ഈ ഇട്ട് വരുമ്പോഴത്തേക്ക് ഗമ്മ് ഇതാ ഇപ്പോൾ ഇത് കണ്ടോ, ഗമ്മ് കഴിഞ്ഞാണ് വരുന്നത് ടിപ്പ്. അപ്പം ഗം ഇരിക്കുന്നതിൻ്റെ അകത്തുകൂടെ നമ്മൾ താണ്ട് ഇപ്പോൾ ഇത് ഗം ഇരിക്കുക, ഇതിൻ്റെ മുകളിൽ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഡാമേജ് ആയിപ്പോവും. അത്രയും ഭാഗത്ത് ഗമ്മ് പിടിക്കത്തില്ല. നമ്മൾ ഡോട്ട് അടിക്കാനടുത്ത് ഡോട്ട് അടിച്ച് തന്നെ കൊടുക്കണം. ഇതുണ്ടോ? അതായത് നമ്മളിങ്ങനെ പ്രസ് ചെയ്തതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശകലമെങ്കിലും ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ഒറ്റ പ്രസ്സിങ്ങിലാവുമ്പോൾ ചിലപ്പോൾ ഡിസ്പ്ലേക്ക് ഡാമേജ് വരും. പതുക്കെ ആകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ തള്ളാനുണ്ടെങ്കിൽ അത് തള്ളി കറക്റ്റ് ഫിക്സ് ആവും. അപ്പോൾ നമുക്ക് റബ്ബർ ഇടാം. നമ്മൾ ഈ പഞ്ച് ചെയ്തില്ല, ഇങ്ങനെ പഞ്ച് ചെയ്ത് ഫിറ്റിങ് കോംബോ ആയതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് പഞ്ച് ചെയ്ത് കൊടുത്തത് കൈ വെച്ച് ഗമ്മിട്ടിട്ട്. കറക്റ്റ് ഫിറ്റിംഗ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജോബ് കഴിഞ്ഞിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.